കേശു അതില്ലേ അതില്ലേ നമ്മുടെ ഇവിടുത്തെ ഈ റൂമില്ലേ, മാസ്റ്റർ ബെഡ്റൂം. എടാ ഇവിടെയുള്ള വലിയ റൂമില്ലേ, അത് നമുക്ക് നമ്മുടെ റൂമാക്കാം. അതാകുമ്പോ നല്ല വലിപ്പമുണ്ട്, ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ? ആക്കാലോ? നീ പറഞ്ഞ പിന്നെന്ത്? പിന്നൊരു കാര്യം, അവിടെ വേറെ ആരും കയറുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കയറുന്നതാ പൊട്ടത്തിനും പറയാതെ. അതല്ല, പുറത്തുനിന്ന് ആരും കയറുന്ന ഇഷ്ടമല്ലാന്ന്. ആ, നമ്മളുടെ ഒരു മാത്രം മതി. പിന്നില്ലേ, നീ ഇങ്ങനെ ആൾക്കാരെ മുന്നിൽ തല കുനിച്ചിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പുറത്തെങ്ങനെയാണോ അതേപോലെ തന്നെ വീടിന്റെ അകത്ത് നിന്നാ മതി. ആ, കൂടുതൽ അറ്റാച്ച്മെന്റ് ഒന്നും ആരോടും കാണിക്കാൻ നിൽക്കണ്ട. അപ്പഴേ പ്രശ്നമൊക്കെ. മനസ്സിലായ? ആ, മനസ്സിലായി. കൊള്ളാം, നന്നായിട്ടുണ്ട്. തലയാണ മന്ത്രം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ, അതാ കണ്ട്. അമ്മായി ആലോചിക്കണേ, ഇവനെ സ്വന്തമാക്കുന്നതിന് മുന്നേ വരെ ഇവിടെ രായ്ക്ക് എല്ലാ ദിവസവും വന്നിട്ട് മുത്തേ പൊന്നേ തേനേ പാലേ ചക്കരേ എന്നൊക്കെ ആയിരുന്നില്ലേ നമ്മളോട്. അവനെ അങ്ങോട്ട് കയ്യിൽ കിട്ടിയെന്ന് തോന്നിയ നിമിഷം സ്വഭാവം മാറുന്നൊരു മാറലേ. അതെ, ഞാനെപ്പോഴും തന്നെ തേനേ പാലേ ചക്കര എന്നൊക്കെ വിളിച്ചേ. ഈ വീട്ടിലെന്റെ മെയിൻ ശത്രു അന്ന് ഇന്നും നീ തന്നെയാ. ഇവിടെ എങ്ങാനും കിടന്ന് ബഹളം വെച്ചാ ഒന്നാമത് ഇതെല്ലാം കണ്ടിട്ട് ആ അമ്മൂമ്മ അവിടെ തളർന്ന് കിടക്കുക. കാരണം ഞാൻ സൈഡിൽ നിന്ന് വീശി കൊടുത്തോണ്ടിരിക്കുന്നു. ആ ഫാനം കിട്ടു കൊടുത്താ പോരെ കൊച്ചെ. അമ്മൂമ്മ അവിടെ തളർന്ന് കിടക്കുന്നെന്ന് പറഞ്ഞിട്ടും ചേട്ടൻ ഒരു കുലുക്കും ഇല്ലല്ലോ ഏട്ടാ. നീ ഇതെവിടെ പോണ? അവിടെ നിക്ക്. നിനക്ക് ഇതിന് അമ്മൂമ്മനെ മനസ്സിലായില്ല, അതൊക്കെ വേറെ ഷോ ആ. കുറച്ചേരാളെ കളക്കട്ടെ, ശല്യം കുറച്ചേരത്തേക്ക് ഉണ്ടാവില്ല. കൊച്ചെ, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ അമ്മൂമ്മ വല്ലതും പറഞ്ഞാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അല്ല, നിങ്ങൾ അരുതൊന്നും കേൾക്കുന്നില്ലേ? എന്താ പറഞ്ഞേ? അമ്മൂമ്മയുടെ ഷോ ആണെന്നാ കാണിച്ചു തരാം കേട്ടാ. എന്റെ അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞ അതെന്റെ അമ്മായിയമ്മല്ല, എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, സ്വന്തം അമ്മയെ പോലെ. ആ അതെ, നിങ്ങളെല്ലാരും എനിക്കറിയാം. കേശു, നീ റൂമിന്റെ ആരും പറ. അങ്ങോട്ട് നീ. അതെ, പാറമട വീട്ടിലെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ആ മാസ്റ്റർ ബെഡ്റൂം ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾ എടുക്കുകയാണ്. അതിലോട്ട് വേറെ ആരും കയറുന്നത് മെർലിന് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. പാറൂന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കയറാം. ശിവാനി, നിന്നെ മുറിയുടെ പരിസരത്ത് പോലും കണ്ടുപോരുത്. ഇതൊക്കെ തമ്പ്രാട്ടിയുടെ മാത്രം ഉത്തരവാണോ അതോ തമ്പ്രാന് യോജിപ്പാണോ ഇതിനോടൊക്കെ? എന്തോ പറയണം? ശിവ, എവിടെന്നോ വന്ന് കേറിയിട്ട് നമ്മളെ ഭരിക്കണം, എവിടെന്നോ ഇവന്റെ കൂടെ വന്ന് കേറിയിട്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കണം. ഇവള് എവിടെന്നോ വന്ന് കയറിയാ? അമ്മായി വേണ്ടണ്ട, അമ്മായി വേറെ കുടുംബത്തിൽ തന്നെയല്ലേ വന്നേ. എന്റെ ഫാമിലിയെ പിന്നെ നാട്ടിലെല്ലാവർക്കും അറിയാം. അമ്മായി ഷാർക്ക എന്ന് പറയുന്നല്ലാണ്ട് അവിടുത്തെ അച്ഛനെയോ അമ്മേനെയോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ഷാർക്ക തന്നെയാണോ വീടെന്ന് എങ്ങനെ അറിയാം? അമ്മയച്ഛനുണ്ടോന്ന് തന്നെ അറിയില്ല. ഞാൻ പറയണെന്ന് വെച്ച് പറഞ്ഞല്ല. ഈ പറഞ്ഞ ഷാർക്കിലെ അച്ഛനമ്മ നീ കണ്ടോ? അതില്ല. ഇല്ലല്ലോ. പിന്നെ മെർലിനെ, താനാള് കൊള്ളാലോ. നിന്നെയുണ്ടല്ലോ ഒരു നിമിഷം കൊണ്ട് ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാൻ എനിക്കറിയാം കേട്ടാ. എന്റെ ലച്ചു ചേച്ചി, ഈ കുഴിപ്പളത്ത് നിന്ന് ഇവിടെ വന്നിക്കണം എല്ലാരും കെട്ടിയെടുക്കാനാ? അതെ, ആ സിദ്ധു ചേട്ടനോട് അത്യാവശ്യം നല്ല പോലെ കഷ്ടപ്പെടുന്നില്ലേ? അത് നാട്ടിലെത്തിക്കാൻ നോക്കും. അതെങ്ങനെയാ? കെട്ടുവിനെ കാണാൻ താല്പര്യം വേണ്ടേ? നിന്നെയുണ്ടല്ലോ, നിന്നെ ഞാൻ ഒന്ന് പോയിച്ചു. ആറങ്ങോട്ട്. പിന്നല്ലേ നമ്മുടെ ബെഡ്റൂം ബൾബല്ലേ? ബൾബോ? അത് ഞാൻ വേണ്ട കളറ് വേണ്ട രീതി ഇട്ടോളാം.